If he has the courage, if he has the courage, if he has the courage of Indira Gandhi, Yes. let him say here, Yes. let him say here that Donald Trump, you're a liar. That you did not make us cease fire and that we did not lose any planes. Let him say it here. If he has the courage. ഓപ്പറേഷൻ സിന്ദൂറിൽ നടന്ന ചർച്ചയിൽ പാർലമെന്റിൽ തീ പാറുന്ന പ്രതികരണങ്ങളാണ് ഇന്നലെയും ഉണ്ടായത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തന്നെയായിരുന്നു. പല എം പിമാരും ജനപ്രതിനിധികളും വളരെ നന്നായി തന്നെ സംസാരിച്ചു. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി ട്രംപിന്റെ ഇടപെടലിനെയും വിദേശ നയത്തെയും കുറിച്ചൊക്കെ തുറന്നു തന്നെ സംസാരിച്ചു. അദ്ദേഹം ഇന്നലെ നരേന്ദ്രമോദിയെ സഭയിൽ വെല്ലുവിളിച്ചു. ഇന്ദിരാഗാന്ധിയുടെ ധൈര്യത്തിന്റെ പകുതിയെങ്കിലും മോദിക്കുണ്ടെങ്കിൽ ട്രംപ് കള്ളം പറയുകയാണെന്ന് മോദി തുറന്നു പറയണം എന്ന് തന്നെ. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങളുടെ മലയാളം പരിഭാഷ കേൾക്കാം. വളരെ പ്രധാനപ്പെട്ടതും വേദനാജനകവുമായ ഒരു വിഷയത്തിൽ സംസാരിക്കാൻ എന്നെ അനുവദിച്ചതിൽ സന്തോഷം. പഹൽഗാമിലെ ആക്രമണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. പാകിസ്ഥാന്റെ ആസൂത്രണത്തിൽ നടപ്പാക്കിയ ഒരു ക്രൂരമായ ആക്രമണമായിരുന്നു പഹൽഗാം. പ്രായമായവരെയും ചെറുപ്പക്കാരെയും യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ കൊന്നൊടുക്കപ്പെട്ടു. ഈ സഭയിലെ ഓരോ വ്യക്തിയും പാകിസ്ഥാന്റെ ചെയ്തിയെ അപലപിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ ഇന്ത്യ സഖ്യത്തിലെ ഓരോ കക്ഷിയും രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ ഇക്കാര്യത്തിൽ പിന്തുണയ്ക്കുമെന്ന് തീരുമാനമെടുത്തിരുന്നു. ഇന്ത്യ സഖ്യത്തിലെ മുതിർന്ന നേതാക്കളുടെ തീരുമാനമായിരുന്നു അത്. യാതൊന്നും പറയാതെ ഞങ്ങൾ രാജ്യത്തിനൊപ്പം നിന്നു. അതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. കാരണം അങ്ങനെ തന്നെയാണ് വേണ്ടിയിരുന്നത്. എന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഭാഗമായി നിരവധി ഇടങ്ങളിൽ എനിക്ക് പോകേണ്ടി വരാറുണ്ട്. അപ്പോഴൊക്കെ ഏതെങ്കിലും ഒരു പട്ടാളക്കാരന് കൈ കൊടുക്കേണ്ടി വരുമ്പോൾ എന്റെ മനസ്സിൽ വരാറുണ്ട്, ഇത് ഇന്ത്യൻ പട്ടാളത്തിന്റെ ബലമാർന്ന കൈകളാണെന്ന്. കൈ തരുമ്പോൾ തന്നെ മനസ്സിലാകും ഇവനൊരു പുലിയാണെന്ന്. അയാളുടെ ശ്രദ്ധ തെറ്റിക്കാനാവില്ല. അയാൾ രാജ്യത്തിന് വേണ്ടി നെഞ്ചു വിരിച്ച് മരിക്കാനും തയ്യാറാകും. പക്ഷെ പുലിയെ അതിന്റെ സ്വാതന്ത്ര്യത്തിന് വിടണം. പുലിയെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നേടാനുണ്ടെങ്കിൽ അതിനെ കെട്ടിയിടാതെ തുറന്നു വിടണം. ഇവിടെ 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. 1 രാഷ്ട്രീയ ഇച്ഛാശക്തി, 2 പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം. നിങ്ങൾ അഥവാ ഇന്ത്യയുടെ സൈന്യത്തെ ഉപയോഗിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ 100% പൊളിറ്റിക്കൽ ഇച്ഛാശക്തി ഉണ്ടായിരിക്കണം. രണ്ടാമത്തേത്, സേനയെ ഉപയോഗിക്കുമ്പോൾ അവർക്ക് പ്രവർത്തിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നൽകണം. രാജ്നാഥ് സിംഗ് ജി കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ 1971 ഓപ്പറേഷൻ സിന്ദൂറിനെയും താരതമ്യം ചെയ്യുകയുണ്ടായി. ഞാൻ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുന്നത് 1971 ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി ഉണ്ടായിരുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അമേരിക്കൻ നേവിയുടെ 7th ഫ്ലൈറ്റ് ലക്ഷ്യമാക്കി ഇന്ത്യയെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരുന്നപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി പറഞ്ഞത്, ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ഞങ്ങൾ ബംഗ്ലാദേശിൽ ചെയ്തിരിക്കുമെന്നാണ്. നിങ്ങൾ എത്ര വന്നാലും ഞങ്ങളത് ചെയ്തിരിക്കും. അതാണ് പൊളിറ്റിക്കൽ ഇച്ഛാശക്തി. ഒരാശങ്കയും ഉണ്ടായിരുന്നില്ല. ലോകശക്തിയായ രാജ്യം തങ്ങളുടെ സർവ്വ സൈനിക സന്നാഹങ്ങളുമായി ഇന്ത്യയെ ആക്രമിക്കാൻ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നു, ഞങ്ങളത് കാര്യമാക്കി എടുക്കുന്നില്ലെന്ന്. അതാണ് പൊളിറ്റിക്കൽ ഇച്ഛാശക്തി. ജനറൽ മനേക് ഷാ ഇന്ദിരാഗാന്ധിയോട് വേനലിൽ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ലെന്നും 6 മാസം വേണമെന്നും ആവശ്യപ്പെട്ടപ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞു, നിങ്ങൾ 6 മാസമോ 1 കൊല്ലമോ എടുത്ത് ഈ ഓപ്പറേഷൻ പൂർത്തിയാക്കാനാണ്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ആവശ്യമാണെന്നാണ് ഇന്ദിരാഗാന്ധി മറുപടി പറഞ്ഞത്. പ്രവർത്തിക്കാൻ സൈനികർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി. 1 ലക്ഷം പാക് സൈനികർ അടിയറവ് പറഞ്ഞു. ഒരു രാഷ്ട്രം നിലവിൽ വന്നു. ഇനി ഓപ്പറേഷൻ സിന്ദൂറിലേക്ക് നമുക്ക് വന്നാൽ, ഇന്നലെ രാജ്നാഥ് സിംഗ് ജി പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു കേട്ടു. അദ്ദേഹം പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങി വെച്ചത് പുലർച്ചെ 1:05. അദ്ദേഹം പിന്നെ പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂർ 20 മിനിറ്റ് നീണ്ടു നിന്നുവെന്ന്. പിന്നെയാണ് അദ്ദേഹം ആ ഞെട്ടിക്കുന്ന കാര്യം പറഞ്ഞത്. 1:35 ഇന്ത്യ പാകിസ്ഥാനെ വിളിക്കുന്നു. ഞങ്ങൾ ഒരു മിലിറ്ററി സ്പോട്ടും നശിപ്പിച്ചിട്ടില്ലെന്നും സംഘർഷം തുടരാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലെന്നും പറയുന്നു. ഇത് നമ്മുടെ പ്രതിരോധ മന്ത്രിയുടെ തന്നെ വാക്കുകളാണ്. അദ്ദേഹം എന്താണ് വെളിപ്പെടുത്തിയെന്ന് അദ്ദേഹത്തിന് ഒരുപക്ഷെ മനസ്സിലായി കാണില്ല. ഞങ്ങൾ മിലിറ്ററി സ്പോട്ടുകളൊന്നും ആക്രമിച്ചിട്ടില്ല, ഞങ്ങൾക്ക് സംഘർഷം വേണ്ട എന്ന് പാകിസ്ഥാനോട് ഇന്ത്യയുടെ DGMO വഴി ഇന്ത്യൻ സർക്കാർ നിർദ്ദേശം നൽകുമ്പോൾ അവർ പാകിസ്ഥാനോട് നേരിട്ട് വെടിനിർത്തൽ ആവശ്യപ്പെടുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ നടന്ന അതേ അർദ്ധരാത്രിയിൽ വെടിനിർത്തൽ ആവശ്യപ്പെടുക. ഇതാണ് നിങ്ങളുടെ പൊളിറ്റിക്കൽ ഇച്ഛാശക്തി. ഉദാഹരണത്തിന് 2 പേർ വഴക്ക് കൂടുമ്പോൾ ഒരാൾ മറ്റേയാളെ ഇടിച്ചിട്ട്, ഞാൻ നിങ്ങളെ ഇടിച്ചിട്ടുണ്ട്, ഇനി എന്നെ തല്ലരുത് എന്ന് പറയുന്നത് പോലെയല്ലേ ഇത്? നിങ്ങൾ പാകിസ്ഥാനോട് നേരിട്ട് നിങ്ങളുടെ ഇച്ഛാശക്തിയെക്കുറിച്ച് പറഞ്ഞു. നിങ്ങൾക്ക് പോരാടാനുള്ള ഒരു ഇച്ഛാശക്തി ഇല്ലായിരുന്നു. നിങ്ങൾ പോരാടാൻ തന്നെ ആഗ്രഹിച്ചിരുന്നില്ല. 30 മിനിറ്റിൽ തന്നെ കീഴടങ്ങി. മറ്റൊരു കാര്യം, നമ്മുടെ പൊളിറ്റിക്കൽ നേതാക്കൾ നമ്മുടെ സൈനികരെ പാകിസ്ഥാൻ ആക്രമിക്കരുതെന്ന്.
അതായത് അവിടെ പോയി കയ്യും കെട്ടി നിന്ന് പാകിസ്ഥാൻ സേനയുടെ കയ്യിൽ നിന്ന് കിട്ടുന്നതൊക്കെ വാങ്ങിക്കോ എന്നാണ് നമ്മുടെ സർക്കാർ ചിന്തിക്കുന്നത്. നമ്മൾ ആക്രമണം തുടങ്ങി, പക്ഷെ നമ്മുടെ പൈലറ്റുമാരുടെ കൈകൾ കെട്ടിയിട്ടു. നിങ്ങൾ ഉത്തരം തരാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഇതിന്റെ അനന്തരഫലം എല്ലാവർക്കും അറിയാം. ഇവിടുത്തെ സൈനികരല്ല കുറ്റം ചെയ്ത്, രാജ്യത്തെ രാഷ്ട്രീയ നേതൃത്വമാണ് കുറ്റം ചെയ്ത്. ഈ ഓപ്പറേഷന്റെ ലക്ഷ്യം തന്നെ പ്രധാനമന്ത്രിയുടെ പ്രതിച്ഛായ നിലനിർത്താനാണ്. ഇന്തോനേഷ്യയുടെ ഇന്ത്യയുടെ ഡിഫൻസ് അറ്റാഷെ ക്യാപ്റ്റൻ ശിവകുമാറിനെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി സംസാരം നടന്നത്. പിന്നീട് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ വെടിനിർത്തൽ കരാറിലെത്താൻ താൻ മധ്യസ്ഥം വഹിച്ചുവെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവർത്തിച്ചുള്ള അവകാശവാദത്തെ പരസ്യമായി തന്നെ നിഷേധിക്കാൻ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കുകയാണ്. താനാണ് വെടിനിർത്തലിന് മധ്യസ്ഥം വഹിച്ചതെന്ന് 29 തവണയാണ് ട്രംപ് ആവർത്തിച്ചത്. അദ്ദേഹം നുണ പറയുകയാണെങ്കിൽ അത് നുണയാണെന്ന് പ്രധാനമന്ത്രി ഇവിടെ പറയണം. പ്രധാനമന്ത്രിക്ക് ഇന്ദിരാഗാന്ധിയുടെ പകുതി ധൈര്യമുണ്ടെങ്കിൽ അദ്ദേഹം പാർലമെന്റിൽ നിവർന്നു നിന്ന് ട്രംപ് നുണ പറയുകയാണെന്നും വെടിനിർത്തലിന് അദ്ദേഹം മധ്യസ്ഥം വഹിച്ചിട്ടില്ലെന്നും മോദി പറയണം. അദ്ദേഹത്തിന് അതിനുള്ള ധൈര്യം ഉണ്ടാകട്ടെ. എല്ലാ രാജ്യങ്ങളും തീവ്രവാദത്തെ അപലപിച്ചിട്ടുണ്ട്. എന്നാൽ പഹൽഗാമിന് ശേഷം ഒരു രാജ്യവും പാകിസ്ഥാനെ അപലപിച്ചില്ല. അതിന്റെ അർത്ഥം എന്താണ്? മറ്റു രാജ്യങ്ങൾ കാണുന്നത് ഇന്ത്യയും പാകിസ്ഥാനും ഒരുപോലെയാണെന്നാണ്. ഈ അക്രമത്തിന്റെ മാസ്റ്റർ മൈൻഡ് ജനറൽ മുനീർ അമേരിക്കൻ പ്രസിഡന്റുമായി ലഞ്ച് കഴിക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിക്ക് അവിടെ പോകാൻ പോലും അനുവാദമില്ല. പ്രസിഡന്റ് ട്രംപ് എല്ലാ പ്രോട്ടോകോളും ലംഘിച്ചാണ് വിരുന്നൊരുക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി അക്കാര്യമൊന്നും ചോദ്യം ചെയ്യാത്തത്? ജനറൽ മുനീറുമായി ലഞ്ച് കഴിച്ചതിന് ട്രംപ് നൽകുന്ന ന്യായീകരണമാണ് അതിലും രസം. കൂടുതൽ യുദ്ധം ഉണ്ടാക്കാതിരിക്കാനായി ഞാൻ അദ്ദേഹത്തിന് നന്ദി പറയാൻ വേണ്ടിയാണ് വിരുന്നൊരുക്കിയതെന്നാണ്. അപ്പോൾ ജനറൽ മുനീർ അടങ്ങുന്ന ഒരു സംഘം ലോക നേതാക്കൾ തീവ്രവാദത്തെ എങ്ങനെ ചെറുക്കാമെന്ന കോൺഫറൻസിൽ പങ്കെടുക്കുകയാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ വിദേശകാര്യമന്ത്രി ഏത് ഗ്രഹത്തിലാണ് ജീവിക്കുന്നത്? നിങ്ങൾ താഴേക്ക് വരൂ എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ പരിഹസിക്കുന്നു. സംസാരം തുടരുന്നു. മറ്റൊരു ന്യൂ നോർമൽ എന്താണെന്ന് വെച്ചാൽ ഏതൊരു തീവ്രവാദ നടപടിയും യുദ്ധം ക്ഷണിച്ചു വരുത്തുമെന്നാണ് സർക്കാർ പറയുന്നത്. നിങ്ങൾ തീവ്രവാദികൾക്ക് ശക്തി പകരുകയാണ്. അടുത്തൊരു തീവ്രവാദ ആക്രമണം ഉണ്ടായാൽ സർക്കാർ എന്തു ചെയ്യും? യുദ്ധം ചെയ്യുമോ? എന്താണ് പൊളിറ്റിക്കൽ വില്ലെന്ന് ഈ സർക്കാരിന് അറിയില്ല. ഇന്ത്യയുടെ വിദേശകാര്യ നയം എന്താണെന്ന് വെച്ചാൽ ചൈനയെയും പാകിസ്ഥാനെയും മാറ്റി നിർത്തുക എന്നതാണ്. ഇതിനു മുമ്പ് ഞാനിത് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ കളിയാക്കുകയുണ്ടായി. ഇന്ന് എനിക്കിത് പറയുന്നതിൽ ഖേദമുണ്ട്. ഇന്ത്യയുടെ വിദേശകാര്യ നയത്തിന്റെ ഏറ്റവും സുപ്രധാനമായ അടിത്തറ നശിപ്പിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് ഖേദമുണ്ട്. പക്ഷെ അതാണ് വാസ്തവം. ചൈനയും പാകിസ്ഥാനും പരസ്പരം സഹായിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. പ്രധാനമന്ത്രി തന്റെ പ്രതിച്ഛായ നിലനിർത്താൻ സേനയെ ഉപയോഗിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ അപകടം പിടിച്ച കാര്യമാണ്. രാജ്യ താല്പര്യത്തിന് വേണ്ടി നമ്മുടെ സൈനികരെ പ്രവർത്തിക്കാൻ അനുവദിക്കൂ. സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അവരെ അനുവദിക്കൂ. അവരുടെ കൈകൾ പിറകിൽ നിന്ന് കെട്ടിയിടരുത്. പാകിസ്ഥാനിൽ പോയി സംഘർഷം പെരുപ്പിക്കില്ലേ എന്ന് പറയാൻ ഇടവരുത്തരുത്. പ്രസിഡന്റ് ട്രംപ് വന്ന് ഞാനാണ് യുദ്ധം നിർത്താൻ പ്രയത്നിച്ചതെന്ന് പറയുമ്പോൾ പോയി പണി നോക്കാൻ പറയാനുള്ള ധൈര്യം ഉണ്ടാകണം. നിങ്ങളൊരു യുദ്ധവും നിർത്തേണ്ട, ഞങ്ങൾ പോരാടിക്കൊള്ളാമെന്ന് പറയണം. ആരും നമ്മെ അപലപിക്കുന്നില്ല. പാകിസ്ഥാനും ചൈനയും സഹകരിച്ച് മുന്നേറുന്നു. ഇതൊക്കെ വലിയ അപകടങ്ങളാണ്. ഇങ്ങനെയൊരു കാലത്ത് ഇതുപോലെയൊരു പ്രധാനമന്ത്രിയെ നമുക്ക് പൊറുപ്പിക്കാനാവില്ല. ട്രംപ് ഒരു നുണയനാണെന്നും ഒരു യുദ്ധവും നിർത്തിയില്ലെന്നും ഇവിടെ വന്ന് പറയാൻ ധൈര്യമില്ലാത്ത പ്രധാനമന്ത്രിയെ നമുക്ക് ആവശ്യമില്ല. ഇന്ദിരാഗാന്ധി ചെയ്തതുപോലെ സൈന്യത്തിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ വിടുന്ന ഒരു പ്രധാനമന്ത്രിയെയാണ് നമുക്ക് ആവശ്യം. നന്ദി സ്പീക്കർ സാർ. ഇതാണ് രാഹുൽ സംസാരിച്ചാൽ കുറച്ച് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഒരു അരമണിക്കൂർ നീളമുള്ള വലിയൊരു പ്രസംഗമായിരുന്നു. മുഴുവനൊന്നും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല. ബാക്കി നിങ്ങൾ ഒറിജിനൽ പ്രസംഗം അദ്ദേഹത്തിൻ്റെ യൂട്യൂബിൽ കാണണം.